So hey ladies and gentlemen, now ഈ ഒരു സിനിമ ജെന്റിൽമെൻ പറ്റിയതാണോ ഇല്ലയോ എന്നുള്ളത് ഐ ഡോണ്ട് നോ, യു ഹാവ് ടു ക്ലാസിഫൈ ഇറ്റ് യുവർ സെൽഫ്. സിനിമയുടെ പേരാണ് ഫുട്ടേജ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അല്പം ഒരു എക്സാക്ട്ലി ടു സീ 2 months ബാക്ക് നല്ല ഹെവി പ്രൊമോഷൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി അവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഒരു മഞ്ജു വാര്യർ ഫിലിം അല്ലെങ്കിൽ മഞ്ജു വാര്യർ സ്റ്റാറർ ഫിലിം എന്ന രീതിയിലാണ്. മഞ്ജു വാര്യർ ഒരു ഡാറിങ് അറ്റംപ്റ്റ് ചെയ്തൊരു ഫിലിമാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷേ പടം കണ്ട് തീർന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇറ്റ് വാസൻ മഞ്ജു വാര്യർ ബട്ട് ഇറ്റ് വാസ് ഗായത്രി അശോക് ഹു ടുക്ക് ദ സ്റ്റെപ്പ്. കക്ഷിയാണ് ഒരു ഡാറിങ് സ്റ്റെപ്പ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ഡാറിങ്. കാരണം ഇതിൽ തുടക്കം മുതൽ അവസാനം വരെ കുറച്ച് അഡൾട്ട് റേറ്റഡ് സീൻസ് ഉണ്ട്. ലൈക്ക് ലവ് മേക്കിംഗ്, ലവ് നേടിയിട്ടില്ല, പക്ഷേ അഡൾട്ട് റേറ്റഡ് സീൻസും ഉണ്ട്. സോ ആ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് ഗായത്രി അശോക് എന്ന് പറയുന്ന നടിയാണ്. സോ ഷീ ടുക്ക് ദാറ്റ് ഡാറിങ് സ്റ്റെപ്പ്. മഞ്ജു വാര്യർ ആയിരുന്നല്ല. പക്ഷേ എന്തോ പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ട് വരുന്നത് വിശാഖും പിന്നെ മഞ്ജു വാര്യറായിരുന്നു. ഗായത്രി അശോകിന് അങ്ങനെ ഞാൻ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. സ്ട്രേഞ്ച്. ചിലപ്പോൾ ഞാൻ വിട്ടുപോയതായിരിക്കും. ബട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ മൂവി, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് അക്ലെയിം ചെയ്ത ഒരു മൂവിയാണ് ഫുട്ടേജ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഒരു മുൻധാരയോട് കൂടിയിട്ട് ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ വി വിൽ ബി നിരാശപ്പെട്ടവരായി മാറും. അങ്ങനെയാണ് പൊതുവേ. എന്താ പറയുക, മുൻധാരണ ഇല്ലാതെ പോയൊരു സിനിമ കാണുമ്പോൾ ഡയറക്ടർ ഇസ് ട്രൈങ് ടു ടെൽ യു എ സ്റ്റോറി. സോ ആ രീതിയിൽ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടൊന്ന് ആസ്വദിക്കാനെങ്കിലും പറ്റും, എത്ര മോശപ്പെട്ട സിനിമയാണെങ്കിൽ പോലും. സോ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള നെഗറ്റിവിറ്റി ഏറെക്കുറെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന 2 ഇൻസ്റ്റൻസസ് ആയിരുന്നു. ഒന്ന് ഈ ഒരു അഡൾട്ട് കണ്ടൻറ്റ്, ആൻഡ് സെക്കൻഡ് ഇതിലെ വീഡിയോഗ്രാഫി, ഷോർട്ട്സ് എല്ലാതും ഒരു സെൽഫി ക്യാം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ ഓൾവേസ് ഷേക്കിയാണ്. ലൈക്ക് ആ ഫുട്ടേജ് എപ്പോഴും ഇങ്ങനെ ഷേക്കിയാണ്. സോ ലൈക്ക് ഒരു യൂട്യൂബർ എങ്ങനെയാണ് ഒരു ഗിംബലിന് ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഷേക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാവും. സോ ലൈക്ക് ഇറ്റ്സ് ഷേക്കിങ് ഓൾ ദ ടൈം. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു ക്യാമറ പാൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലല്ല, ഒരു സെൽഫി ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്ന പോലത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതിൻ്റെ കഥയാണ്. 2 യൂട്യൂബേഴ്സ് എൻകൗണ്ടർ ചെയ്യുന്ന, തൻ്റെ ക്യാമറയിലൂടെ എൻകൗണ്ടർ ചെയ്യുന്ന ചില സംഭവ വികാസങ്ങൾ ആണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. സോ ഒരു ഔട്ട്വേർഡ് ഷോട്ട് അല്ലെങ്കിൽ ഒരു ഈഗിൾ ഐ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന പോലെ ഒരു സെക്കൻഡറി ക്യാം അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ക്യാമിലൂടെ ഒരു കഥ പറച്ചിൽ ഈ ഒരു സിനിമയ്ക്കില്ല. തുടക്കം മുതൽ അവസാനം വരെ ഈ 2 യൂട്യൂബേഴ്സ്, വിശാഖും പിന്നെ ഗായത്രി അശോകും, ഈ 2 പേരും യൂട്യൂബേഴ്സായിട്ടാണ് ഈ സിനിമയിലുള്ളത്. അവർ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ്, അവർ സെൽഫി ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ്, അതർവൈസ് യൂട്യൂബ് ചാനൽ എല്ലാത്തിനും വേണ്ടി ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ആ പറഞ്ഞ അഡൾട്ട് കണ്ടൻറ്റിൻ്റെ ആ ഒരു ഫുട്ടേജസും കൂടി എല്ലാം സെൽഫി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ക്യാമറ അല്ലെങ്കിൽ ആ ഷോട്ട്സ് എപ്പോഴും ഭയങ്കര ഷേക്കിയാണ്. സോ എല്ലാവർക്കും പെട്ടെന്ന് അതിങ്ങനെ ദഹിച്ചോണമെന്നില്ല. കാരണം ചില ഷോട്ട്സൊക്കെ എനിക്കും ഭയങ്കര വിയേർഡായിട്ട് തോന്നി. കാരണം പെട്ടെന്നൊരു ഷേക്ക് വരുമ്പോൾ മൈഗ്രെയിൻ, ചിലർക്കൊരു ഹെഡേക്കൊക്കെ വരാറുണ്ട്. എനിക്കും ചില ഷോട്ട്സൊക്കെ കണ്ടപ്പോൾ അതാണ്. സോ ഈ 2 ഇൻസ്റ്റൻസസ് ആണ് ഒട്ടേറെ നെഗറ്റിവിറ്റി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. കഥ ചുറ്റിപ്പറ്റിയിടുന്നത് ഒരു ആൻറ്റി വിജിലാൻറ്റി, നമ്മുടെ പണ്ടത്തെ സുരേഷ് ഗോപി ഒരു പടം ഉണ്ടായിരുന്നല്ലോ, വക്കീൽ വേഷമൊക്കെ അണിഞ്ഞിട്ട് എന്താ പറയുക, കള്ളന്മാർക്ക് വേണ്ടി ബാധിക്കാൻ പോയിട്ട് എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി, അവരെ നൈസായിട്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഇവൻ ഒരു ബാറ്റ്മാനെ പോലെ വിജിലാൻറ്റിയായി മാറി അവൻ്റെ ക്ലയൻസിനെ തന്നെ പോയി കൊല്ലുന്ന രീതിയിലൊരു സിനിമ ഉണ്ടായിരുന്നു. എന്തൊരു ആ പേര് ഇത്രയും പെട്ടെന്ന് മറന്നുപോയി, എന്തോ ഒരു ഇതായിരുന്നു. യെസ്, അതുപോലെ തന്നെയാണ് ഇത്. സ്പോയിലേഴ്സ് അഹെഡ്. ഇതിൽ ആൻറ്റി വിജിലാൻറ്റി മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഷീസ് ഡംപ്. സംസാരിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിലൊരു രംഗമുണ്ട് അങ്ങനെ, കക്ഷിയുടെ ആ ഒരു എന്താ പറയുക, ഇരയെ കിട്ടുമ്പോൾ സംസാരിക്കാത്തതിന് പകരം ഒരു പേപ്പറിലെഴുതിയ കഷ്ണങ്ങൾ ഇങ്ങനെ കാണിച്ച് കൂട്ടുന്ന ഒരു ഷോട്ടുണ്ട്. ദാറ്റ് ഓൾസോ ഫെൽറ്റ് സോ വിയർഡ്. സോ ഐ തിങ്ക് ഷീ ഈസ് ഡംപ്, മ്യൂട്ട് ഇൻ ദിസ് മൂവി. സോ ഓവറോൾ എൻ്റെ ഇംപ്രഷൻസ് എനിക്ക് തോന്നിയൊരു കാര്യം, ദിസ് ഇസ് നോട്ട് എ മഞ്ജു വാര്യർ ഫിലിം, ദിസ് ഇസ് മോർ ഓവർ ലൈക്ക് എ ഗായത്രി അശോക് ഫിലിം.
നേരത്തെ പറഞ്ഞ പോലെ ഷീ ഈസ് ദ വൺ ഹു ടു ദ ഡയറിങ് സ്റ്റെപ്പ് ആൻഡ് തുടക്കം മുതൽ അവസാനം വരെ ആ കപ്പിൾസിലുണ്ടാകുന്ന ആ ഒരു സ്നേഹം, അനുകമ്പ, ലവ് അല്ലെങ്കിൽ അതൊക്കെയാണ് സിനിമയിലുടനീളം പരാമർശിക്കുന്നത്. ഇവർ ചെന്ന് എത്തിപ്പെടുന്നതും ഈ എന്താ പറയുക ഈ ആൻറ്റി വിജിലാൻറ്റിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു അനിശ്ചിതത അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇവർക്ക് ഒരു കുഴിയിൽ ചെന്ന് പെടുന്നതും മറ്റു കാര്യങ്ങളും. അതൊക്കെയാണ് സിനിമയിലെ മെയിൻ പിന്നീട് സ്റ്റോറി ലൈനായി മാറുന്നത്. പിന്നെ ഇന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വേറെ ഒരു കഥ. അതോടുകൂടി പടം അവസാനിക്കുന്നു. സോ ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്ര തന്നെയാണ് ഈ ഒരു സിനിമ. സോ കാണണോ വേണ്ടയോ എന്നുള്ളത് യെസ്, നിങ്ങൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്ന ഒരു മൂവീസ് മോളിവുഡ് സിനിമകളിൽ നിന്നും ഒരു പ്രത്യേകതരം ഫീൽ അല്ലെങ്കിൽ പ്രത്യേകതരം എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദം. മലയാള സിനിമയിൽ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുന്നത്. ഇതിന് മുൻപും ഒരു വേറൊരു സിനിമയും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഓൾസോ ഡിഡൻറ്റ് അത്ര വലിയ ശ്രദ്ധ ഒന്നും നേടിയില്ല. ഫുട്ടേജ് വന്നതുപോലെ തന്നെ പോവുകയാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഐ റെക്കമെൻഡ് യു ഗൈസ് വാച്ച് ദിസ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഞാൻ ഒരു മുൻധാര ഇല്ലാതെയാണ് ഈ സിനിമ കണ്ടത്. സോ ലൈക്ക് ഒരു ഡയറക്ടർ എന്താണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അത് കേൾക്കാനുള്ള ഒരു ലോഡ് കൂടിയിട്ടാണ് ഈ സിനിമ പോയി കണ്ടത്. സോ ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. ലൈക്ക് ആളെ കഥ പറഞ്ഞു, ഞാനത് കേട്ടു, അല്ലെങ്കിൽ ഞാനത് കണ്ടിരുന്നു. യെസ്, ഐ ഫീൽ ത്രിൽഡ് ആൻഡ് ഐ ഫീൽ സാറ്റിസ്ഫൈഡ്. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഇങ്ങനത്തെ പടങ്ങളൊക്കെ വേണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിലൊക്കെ. കൊള്ളാം. ആൻഡ് സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് ടു ദ നടി ഗായത്രി അശോക് ഇതൊരു ഡയറിങ് അറ്റംപ്റ്റ് ചെയ്തതിന്. ആൻഡ് I wish the whole team best in their next endeavors. So as usual, I'll be coming back with another movie which I don't know, like ഓണ റിലീസുകളെല്ലാം കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഈ ആഴ്ചത്തെ 2-3 റിലീസുകൾ വന്നിട്ടുണ്ട്, അത് കാണാൻ പറ്റിയിട്ടില്ല. അത് കണ്ടിട്ട് അടുത്ത മൂവി റിവ്യൂവിൽ നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. പോട്ടടാ ചങ്ക് ഗടികളെ.